നമുക്കും ഒരു അവാർഡ് ജേതാവിനെ ഇൻവൈറ്റ് ചെയ്യാനുണ്ട്. 7 വയസ്സിനുള്ളിൽ ഒരുപാട് അവാർഡ്സ് സ്വന്തമാക്കി ഒരു മിടുക്കി കുട്ടിയാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് റെഡ് കാർപ്പറ്റിൽ വരുന്നത്. നമ്മളെ കാണാൻ, നമ്മുടെ പ്രേക്ഷകരെ കാണാൻ, വിശേഷങ്ങൾ പറയാനായിട്ട്. പിന്നെ അവാർഡ്സിന്റെ ലിസ്റ്റ് എനിക്ക് അറിയുന്ന ലിസ്റ്റുകളാണ് ഞാൻ പറഞ്ഞത്. വേറെ എന്തൊക്കെയുണ്ടെന്ന് അവരോട് വന്നാലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ആ മിടുക്കി കുട്ടിയെ നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ചെയ്യാം അല്ലേ? യെസ്, റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഏദൻ ഋതു. നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് മിന്നും താരം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ ഫുൾ മിന്നിക്കളങ്ങിട്ടാണ് വന്നത്. ഏതെന്നാണോ ഋതു എന്നാണ് ഞാൻ ചോദിക്കാനായിരുന്നു. ഏതാണ് പേര്? പക്ഷെ പാത്താണ്. മലയാളത്തില് പാത്തു എന്നാണ് വിളിക്കുന്നത്. ഏതനും അല്ല, ഋതു അല്ല, രണ്ടും അല്ല. അപ്പൊ ഞങ്ങൾ പാത്തു എന്ന് വിളിക്കട്ടെ, അതാണോ ഇഷ്ടം? അപ്പൊ ഏതൻ ഋതു എവിടെയുള്ള പേര്? എവിടെയാ, സ്കൂളിലാണോ? ആണോ? പാത്തുന്റെ വീട് എവിടെയാ? വീടോ കോഴിക്കോടാ. കോഴിക്കോടാണ്. ഇവര് രണ്ടുപേരും കോഴിക്കോടുകാരാണ്. അതാണ് എന്തോ ഒരു കണക്ഷൻ എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നുന്നു കോഴിക്കോടാണെങ്കിലും ഇവര് സൗദിയിലാണ് ബേസ്. ആണോ? അല്ലേ? അച്ഛനും അമ്മയൊക്കെ അവിടെയാണോ വർക്ക് ചെയ്യുന്നത്? സൗദിയാണോ കോഴിക്കോടാണോ ഇഷ്ടം? കോഴിക്കോട്. അതെന്താ അങ്ങനെ? അവിടെ നല്ല ഫണ്ണാ. കോഴിക്കോട് പോയിട്ട് ബീച്ചിൽ പോവാ, അതുപോലെ ഹൽവ കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ശരി, അപ്പൊ ഇത് പറയൂ, അതായത് ഈ ഒരു ചെറിയ പ്രായത്തിൽ കുറെ റെക്കോർഡ്സ് കിട്ടി അല്ലേ? ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, പിന്നെ കലാം വേൾഡ്സ് റെക്കോർഡ്. അപ്പൊ എന്തൊക്കെ റെക്കോർഡ്സ് കിട്ടി? ആ പേരുകൾ അറിയുമെന്ന് ആദ്യം നോക്കട്ടെ, ഒന്ന് പറഞ്ഞേ. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഗിന്നസ്. പിന്നെ ഗിന്നസ് കിട്ടിയോ? അത് വെയിറ്റിംഗ് ആണോ? ഗിന്നസ് കിട്ടി. ഗിന്നസും കിട്ടി. വെയിറ്റിംഗും ചെയ്യാ കിട്ടുകയും ചെയ്തു. അതായത് ഗിന്നസിൽ അറ്റംപ്റ്റ് ചെയ്തു, അതിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അതല്ലേ ഇപ്പൊ ശരി? അല്ലെങ്കിൽ പിള്ളേച്ച നുണ പറയാന്ന് നാട്ടുകാർ. ഇപ്പൊ കറക്റ്റ് ആയി. ഓക്കെ, പിന്നെ ഇതൊക്കെ എന്ത് പെർഫോം ചെയ്തപ്പോഴാണ് ഈ അവാർഡ്സ്, ഈ റെക്കോർഡ്സ് ഒക്കെ കിട്ടിയത്? ഹുലാ ഹൂപ്പ് മുട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ 120 മിനിറ്റ്സ് കറക്കി. 120 ടൈംസ് കറക്കി. 120 ഹുലാപ്പ് ഇങ്ങനെ കളിക്കിയത്. ഓ, അങ്ങനെ കറക്കി. അത് ടഫ് അല്ലേ? ഹൂല ഹൂപ്പ് എപ്പോഴെങ്കിലും കറക്കി നോക്കിയിട്ടുണ്ടോ? ശ്രമിച്ചിട്ടുണ്ട്. ഉപ്പ് മുകളിൽ കൂടെ വീണ് താഴെ കൂടെ പോകുന്നല്ലാതെ കറങ്ങിയിട്ടില്ല. ഇതെങ്ങനെ പഠിച്ചത് ഇതൊക്കെ? ഇത് ഞാൻ ഇങ്ങനെ ഒരു ദിവസം എനിക്ക് ഹുള്ളാപ്പ് വേണം പറഞ്ഞിട്ട് ഇത് വാങ്ങിച്ചിനി. ഇപ്പൊ ഞാൻ കുറച്ച് നാൾ ഇങ്ങനെ ചെയ്തപ്പോ എനിക്ക് പറ്റി. ഇപ്പൊ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് ഇങ്ങനെ എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട്. പ്രാക്ടീസ്. അപ്പൊ അതിൽ എല്ലാവരും ശ്രദ്ധിക്കണം. പ്രാക്ടീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടി പ്രാക്ടീസ് ചെയ്തിട്ടാണ് അത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് റെക്കോർഡ്സ് കിട്ടിയത് അല്ലേ? അതുകൊണ്ട് വെറുതെ നമ്മള് ഇതേപോലെ തലകളിട്ട താഴെ പോകത്തില്ല. എനിക്ക് മനസ്സിലായി. ശരി, അപ്പം ഇതൊക്കെ പഠിപ്പിച്ചതെന്ന് സ്വന്തമായിട്ടാണോ ഇതൊക്കെ പഠിച്ചത്? അത് അച്ഛനോ അമ്മയോ ടീച്ചറോ? സ്വന്തമായിട്ട് പഠിച്ചതാ. നമുക്ക് കൂടെ വന്നിരിക്കുന്ന വലിയൊരു ഫാമിലി ഉണ്ട്, അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം അല്ലേ? ഒരു നീണ്ട നിര തന്നെ. അതായത് നോക്കൂ, വലിയ ആള് മുതൽ ഇങ്ങനെ കുഞ്ഞു അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ശരി, പേര്? ബിജേഷാണ്. വിജേഷ് അച്ഛനാണ്. സൗദിയിൽ വർക്ക് ചെയ്യണം. അപ്പൊ മോൾക്ക് ഇങ്ങനത്തെ ഇത്രയും റെക്കോർഡ്സ് ഒക്കെ കിട്ടി. അപ്പൊ നിങ്ങള്, അതായത് ഋതു പറഞ്ഞു അച്ഛനും അമ്മയും പഠിപ്പിച്ചതല്ല, സ്വന്തമായിട്ട് പഠിച്ചതാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവളുടെ സ്വന്തം കഴിവിൽ അവൾ ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്ര റെക്കോർഡ്സ് ഒക്കെ നേടി. അച്ഛന് സർപ്രൈസ് ആയിരുന്നു ഇത്. പെട്ടെന്ന് ഞങ്ങള് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവൾ അത് ക്യാച്ച് ചെയ്ത്. ഇപ്പൊ വൈഫാണ് അതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്തത്. അമ്മയുടെ പേര് പറയൂ. സുനില. വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ അവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. സ്കൂളിൽ വർക്ക്, സെയിം സ്കൂളിൽ തന്നെ. ഓ, അത് ശരി. ഇനി നമുക്ക് ഇതാരാണ് വന്നിരിക്കണേ? മാമിയാണ്. മാമി, പാത്തുന്റെ മാമിയുടെ പേര് ബബില. ഇത് ഞാൻ പാത്തുന്റെ അമ്മമ്മ. പാത്തുന്റെ അമ്മൂമ്മയുടെ പേര് ചന്ദ്രമതി. ഇനി ഇതാരാണ്? ഞാൻ പാത്തുന്റെ ബ്രദറാ. പേര് അദ്വൈത്. ഏത് ക്ലാസ്സിലാ? 9th. ഇനി ഇതാണ് രണ്ട് മഞ്ഞ ബോയ്സ്, യെല്ലോ ബോയ്സ്. ആരൊക്കെയാണ്? ഞാൻ പാത്തുന്റെ സിസ്റ്റർ. പാത്തുന്റെ സിസ്റ്ററാ? ബോയ് അല്ലേ? പാത്തു എന്റെ സിസ്റ്റർ എന്നാണ് ഉദ്ദേശിച്ചത്. പാത്തു എന്റെ സിസ്റ്റർ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. ശരി, കസിൻ ബ്രദർ പറയൂ, പേരെന്താ? അർച്ചിത്. ഏത് ക്ലാസ്സിലാ? 2A. ഓക്കെ. ഇനി ഇതാരാണ്? ഞാൻ പാത്തുന്റെ കസിൻ ബ്രദർ. ഓക്കെ, പേരെന്താ? അനൈ. ഏതിലാ? 4th A. 4th A, B, A. ഓ, എല്ലാരും A ആണ്. എല്ലാവർക്കും ഇഷ്ടമാണോ പാത്തുന്റെ ഈ ഡാൻസ്? ഇഷ്ടമാണ്.